നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. പനി ബാധിച്ച് ഗൃഹനാഥൻ മരിച്ചു. മരിച്ചത് കല്ലൂർ സ്വദേശി. ചാലക്കുടി പുഴയിൽ അധ്യാപികയുടെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് കൊടുങ്ങല്ലൂർ സ്വദേശിനി. ലോക ഗജദിനം. ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ ചിമ്മിനി ഫോറസ്റ്റ് സ്റ്റേഷന്റെയും കവല ഫോറസ്റ്റ് സ്റ്റേഷന്റെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വേലുപ്പാടം വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ആഗസ്റ്റ് 15 ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ലാബ് സമുച്ചയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. മറ്റത്തൂർ സെക്യുലർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ പൊതുസംവാദം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പനി ബാധിച്ച് ഗൃഹനാഥൻ മരിച്ചു. മരിച്ചത് കല്ലൂർ സ്വദേശി. കല്ലൂർ കരുവാക്കുന്ന് കരുവാൻ വീട്ടിൽ മോഹനനാണ് മരിച്ചത്. 66 വയസ്സായിരുന്നു. പനിയെ തുടർന്ന് ജില്ലാ ആശുപത്രിയിലാണ് ആദ്യം ചികിത്സ തേടിയത്. പിന്നീട് പനി മൂർച്ഛിച്ചതോടെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മോഹനന്റെ സംസ്കാരം നടത്തി. ശോഭനയാണ് ഭാര്യ. സലേഷ്, സജീഷ്, സനീഷ് എന്നിവർ മക്കളാണ്. ചാലക്കുടി പുഴയിൽ അധ്യാപികയുടെ മൃതദേഹം കണ്ടെത്തി. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് ചാക്കുങ്ങൽ രാജീവിന്റെ ഭാര്യ 42 വയസ്സുള്ള ലിപ്സിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പ്ലാന്റേഷൻ പള്ളിയുടെ ഭാഗത്തുനിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. തിങ്കളാഴ്ച വൈകിട്ട് പിള്ളപ്പാറ ഭാഗത്ത് ഒരു യുവതി പുഴയിൽ ചാടിയതായി നാട്ടുകാർ പോലീസിൽ അറിയിച്ചിരുന്നു. യുവതിയുടെ സ്കൂട്ടറും പുഴയുടെ തീരത്തുനിന്ന് ലഭിച്ചു. തുടർന്ന് പുഴയിൽ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അതിരപ്പള്ളി മലക്കപ്പാറ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. ലോക ഗജദിനത്തോടനുബന്ധിച്ച് ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ ചിമ്മിനി ഫോറസ്റ്റ് സ്റ്റേഷന്റെയും കവല ഫോറസ്റ്റ് സ്റ്റേഷന്റെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ചിമ്മിനി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വാവള ഭാഗത്ത് മുള പന തൈകൾ നടിയിലും എച്ചിപ്പാറ ട്രൈബൽ സ്കൂളിലെ കുട്ടികൾക്കായി വനയാത്രയും, കവല ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ആനപ്പാന്തം വനഭാഗത്ത് പന തൈകളും നട്ടുപിടിപ്പിച്ചു. ആഘോഷ പരിപാടികൾക്ക് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KA മുഹമ്മദ് ഷെരീഫ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ ബെസ്റ്റിൻ വർഗീസ്, AH ലെജിൻ എന്നിവർ നേതൃത്വം നൽകി. 2024 ജൂലൈയിൽ കാലാവധി തീർന്ന സർവീസ് പെൻഷൻ പരിഷ്കരണം അടിയന്തരമായി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് സബ് ട്രഷറിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. വരന്തരപ്പള്ളി, മറ്റത്തൂർ, തൃക്കൂർ, നെന്മണിക്കര, കൊടകര, പുതുക്കാട്, അളഗപ്പനഗർ പഞ്ചായത്തുകളിലെ 100 കണക്കിന് പെൻഷൻകാർ അണിനിരന്ന പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷനായി. KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ മുഖ്യപ്രഭാഷണം നടത്തി. KV രാമകൃഷ്ണൻ, KO പൊറിഞ്ചു, K സുകുമാരൻ, K സദാനന്ദൻ, K നന്ദകുമാർ, CU രമണി, TS സുബ്രഹ്മണ്യൻ, MK ബാബു, വർക്കി കുറ്റിയാറ, P മനോജ് കുമാർ, T രാജശേഖരൻ, ജോസഫ് ചാക്കേരി, ഫ്രാങ്കോ G മന്നളി, CK ജോസഫ്, VB ശോഭനകുമാരി എന്നിവർ പ്രസംഗിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ലാബ് സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി മുഖ്യാതിഥിയായി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ EK സദാശിവൻ, അളഗപ്പ നഗർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജോ ജോൺ, ബ്ലോക്ക് അംഗം ടെസി വിൽസൺ, പഞ്ചായത്ത് അംഗം ദിനിൽ പാലപ്പറമ്പിൽ, കൊടകര BPC TR അനൂപ്, പ്രിൻസിപ്പൽ SK മധുനചന്ദ്രൻ, പ്രധാനാധ്യാപിക സിനിയം കുര്യാക്കോസ്, PTA പ്രസിഡന്റ് NS ശാലിനി, വിദ്യാലയ വികസന സമിതി ചെയർമാൻ K ശേഖരൻ, OSA പ്രസിഡന്റ് ടോണി സേവിയർ, കൊടകര ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രതീഷ്, കില പ്രതിനിധി വർഷ മേനോൻ എന്നിവർ പ്രസംഗിച്ചു. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി കിഫ്ബി ഫണ്ട് 1,30,00,000 രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്.
ആലത്തൂർ ALP സ്കൂളിൽ വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് ആവേശം പകർന്നു. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കിക്കൊണ്ടാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേരും ചിഹ്നവും വോട്ടിംഗ് യന്ത്രത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ വിരലമർത്തിയാൽ വോട്ട് റെഡി. പോളിംഗ് ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർ, സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ എല്ലാം കുട്ടികൾ തന്നെയായിരുന്നു. 10:30 മുതൽ 1 മണി വരെയായിരുന്നു തിരഞ്ഞെടുപ്പ്. വളരെ വലിയ തിരഞ്ഞെടുപ്പ് പ്രകടനങ്ങളും കൊട്ടിക്കലാശവും എല്ലാം ഇത്രയും ദിവസം ഉണ്ടായതിനാൽ തിരഞ്ഞെടുപ്പിലും ഇതിന്റെ പ്രതിഫലനമുണ്ടായി. 200 കുട്ടികൾ വോട്ട് ചെയ്തു. വിദ്യാലയ PTA, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരുടെ പരിപൂർണ സഹകരണത്തോടെയാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. കുട്ടികളിൽ ജനാധിപത്യ ബോധവും ഉത്തരവാദിത്വവും ദീർഘവീക്ഷണവും ഉണ്ടാകുമെന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തവണയും ഇലക്ഷൻ നടത്തിയത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വിധം കുട്ടികൾ അസംബ്ലികളിലും ക്ലാസുകളിലും പ്രസംഗങ്ങൾ നടത്തിയിരുന്നു. ഇതെല്ലാം അവരിൽ മികച്ച നേതൃത്വ ഗുണം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. PTA പ്രസിഡന്റ് ജയരാജ് കല്ലിങ്ങപ്പുറം, PTA വൈസ് പ്രസിഡന്റ് PS സുനിൽ, MPTA വൈസ് പ്രസിഡന്റായ റിയ ഗിരീഷ്, അധ്യാപകരായ CG അനൂപ്, ഗോവിന്ദ്, ഹൃദിക്, ഐശ്വര്യ എന്നിവർ നേതൃത്വം നൽകി. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ELEP പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് നിർവഹിച്ചു. PTA പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡയറ്റ് ഫാക്കൽറ്റി PC സിജി പദ്ധതി വിശദീകരണം നടത്തി. സ്കൂൾ പ്രധാനാധ്യാപിക NJ മിനി, സീനിയർ അധ്യാപിക AK അമൃതപ്രിയ, PB കരുണ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ഉണ്ടായിരുന്നു. മറ്റത്തൂർ സെക്യുലർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ അടിയന്തരാവസ്ഥയുടെ 50ാം വർഷവും വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ പൊതുസംവാദം സംഘടിപ്പിച്ചു. ഫാദർ ജോൺ കവലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. PS രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PC ഉണ്ണിച്ചക്കൻ മുഖ്യപ്രഭാഷണം നടത്തി. CK രഘുനാഥ് അടിയന്തരാവസ്ഥ കാലത്തെ ജയിൽ അനുഭവങ്ങൾ പങ്കുവച്ചു. PK വേണുഗോപാലൻ, TM ചന്ദ്രൻ, OS മാധവൻ, ഉമ്മുകുൽസു അസീസ്, VK കാസിം, TD ജയപാലൻ, ജോസഫ് വാസുപുരത്തുകാരൻ, ശിവദാസൻ കൊടുങ്ങ എന്നിവർ പ്രസംഗിച്ചു. വേലുപ്പാടം വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ആഗസ്റ്റ് 15-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 14-ന് രാവിലെ 6:30-ന് ആഘോഷമായ വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, പ്രദക്ഷിണം, രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ എന്നിവ നടക്കും. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർട്ടോണി നീലങ്കാവിൽ കാർമ്മികനാകും. ഊട്ടുതിരുനാൾ ദിനമായ ഓഗസ്റ്റ് 15-ന് രാവിലെ 6-ന് ഫാദർ ഡേവിസ് പട്ടത്ത് കാർമ്മികനായ വിശുദ്ധ കുർബാന, നൊവേന, ഊട്ട ആശീർവാദവും 10:30-ന് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺ ജോസ് കോനിക്കരയുടെ കാർമ്മികത്വത്തിൽ ആഘോഷമായ പാട്ടുകുർബാനയും നടക്കും. ഫാദർ ഫ്രാൻസിസ് വാഴപ്പിള്ളി തിരുനാൾ സന്ദേശം നൽകും. രാവിലെ 8, ഉച്ചയ്ക്ക് 1 മണി, ഉച്ചതിരിഞ്ഞ് 3 മണി, വൈകിട്ട് 5 സമയങ്ങളിലും വിശുദ്ധ കുർബാനകൾ ഉണ്ടാകും. ഫാദർ ദേവസ്യ കാനാട്ട്, ഫാദർ ഡേവിസ് ചക്കാലക്കൽ, ഫാദർ പ്രിജോ വടക്കേത്തല, ഫാദർ ആന്റണി മേനാച്ചേരി എന്നിവർ വിവിധ സമയങ്ങളിലായി നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കും. ഓഗസ്റ്റ് 15-ന് രാവിലെ 8 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് നേർച്ച ഊട്ട്. തിരുനാൾ ദിനത്തിൽ തൃശൂർ, ആമ്പല്ലൂർ, ചാലക്കുടി, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്നും വേലുപ്പാടത്തേക്ക് പ്രത്യേക ബസ് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 8ാം ഇടദിനമായ ഓഗസ്റ്റ് 22-ന് രാവിലെ 10:30-ന് നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ തോമസ് ഊക്കൻ കാർമ്മികനാകും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ഡേവിസ് ചെറിയത്ത്, കൈക്കാരൻ പോൾ മഞ്ഞളി, പബ്ലിസിറ്റി കൺവീനർ ജേക്കബ് നടുവിൽ പീടിക, PRO ബൈജു വാഴക്കാല എന്നിവർ പങ്കെടുത്തു. വേലുപ്പാടം വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ പ്രതിഷ്ഠാ തിരുനാൾ ഓഗസ്റ്റ് 15 തീയതിയിൽ വെള്ളിയാഴ്ച ഊട്ടുതിരുനാളായി ആഘോഷിക്കുകയാണ്. ഏകദേശം 25,000-ഓളം ആളുകൾ വന്ന് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത്, ഊട്ടുനേർച്ചയിൽ പങ്കെടുത്ത്, വിശുദ്ധ യൗസേ പിതാവിന്റെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ തേടി തിരിച്ചു പോവുകയാണ് പതിവ്. വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ
55ാം ഊട്ട് തിരുനാൾ ഓഗസ്റ്റ് 14-15 തീയതികളിൽ നടത്തപ്പെടുന്നു. 15ാം തീയതി രാവിലെ 6 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആഘോഷമായി വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ കോവിഡ് മഹാമാരിക്ക് ശേഷം എല്ലാ വർഷവും വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ഊട്ടുതിരുനാളിന് ശേഷം നമ്മൾ മിച്ചം വരുന്ന സംഖ്യ കൊണ്ട് ഇടവകയിലെ തന്നെ ഏറ്റവും നിർധനരായിട്ടുള്ള ഭവനമില്ലാത്ത ഒരു കുടുംബത്തിന് ഒരു ഭവനം പണിത് കൊടുക്കുക എന്നുള്ള ഒരു പ്രക്രിയ എല്ലാ വർഷവും തുടർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ വർഷവും അത് ചെയ്തിരുന്നു. എല്ലാ ബുധനാഴ്ചകളിലും 10 മണിക്ക് പിതാപാത, 10:30 ആഘോഷമായ പാട്ട് കുർബാന, തുടർന്ന് ആരാധന, ലബ്ധിങ്, നൊവേന, ഊട്ട്, ശിശുക്കൾക്ക് ചോറ്, ഊട്ട്, തുലാഭാരം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. ചെങ്ങാലൂർ സ്നേഹപുരം സെന്റ് ജോസഫ് പള്ളിയിലെ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെ തിരുനാൾ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി ആഘോഷിക്കും. വ്യാഴാഴ്ച വൈകിട്ട് 6:15 പ്രസുദേന്തി വാഴിക്കൽ, തുടർന്ന് വിശുദ്ധ കുർബാന, ലതീന്, നൊവേന, കൂട് തുറക്കൽ, പ്രദക്ഷിണം, രൂപം എഴുന്നള്ളിച്ചു വെക്കൽ എന്നീ ചടങ്ങുകൾ നടക്കും. ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികനാകും. വെള്ളിയാഴ്ച രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാന ഫാദർ അജോ വടക്കേട്ട് നയിക്കും. ഫാദർ സെബാസ്റ്റ്യൻ കോയിക്കര സന്ദേശം നൽകും. നേർച്ച ഊട്ടും ഉണ്ടായിരിക്കും. സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് NCC യൂണിറ്റ് തിരങ്ക 2.5 പരിപാടിയുടെ ഭാഗമായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 15 രാവിലെ 9:30 കോളേജ് ക്യാമ്പസിൽ ആരംഭിക്കുന്ന മത്സരങ്ങളിൽ ഇന്റർ കോളേജ് ക്വിസ് മത്സരവും ഇന്റർ കോളേജ് ദേശഭക്തി ഗാന മത്സരവും ഉൾപ്പെടുന്നു. മത്സരങ്ങൾ കേരളത്തിലെ എല്ലാ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാവുന്നതാണ്. രജിസ്ട്രേഷൻ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് പോസ്റ്ററിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 9562299681 8848693700. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുക, തെരുവനായ ശല്യത്തിന് അറുതി വരുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സിറ്റിസൺ ഫോറം ആഗസ്റ്റ് 15 ആശയ പ്രചരണ സംഗമം നടത്തുന്നു. കല്ലൂർ മാവിൻചുവട് സെന്ററിൽ വൈകിട്ട് 5 നടക്കുന്ന ചടങ്ങ് KCF സംസ്ഥാന പ്രസിഡന്റ് PJ ആന്റണി ഉദ്ഘാടനം ചെയ്യും. മുപ്ലിയം അസംഷൻ പള്ളിയിൽ വിശ്വാസ പരിശീലന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇഗ്നൈറ്റ് 2025 സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 15 തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 6:45 പരിപാടികൾ ആരംഭിക്കും. ഇരിങ്ങാലക്കുട രൂപത കാറ്റഗിസം ഡയറക്ടർ ഫാദർ റിജോയ് പഴയാറ്റിൽ മുഖ്യാതിഥിയായിരിക്കും. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ മികവ് തെളിയിച്ച അധ്യാപകരെയും 150ഓളം വിദ്യാർത്ഥികളെയും ആദരിക്കും. വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന കലാവിരുന്നും ഉണ്ടായിരിക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞ് 75,000-ൽ താഴെയെത്തി. പവന് 640 രൂപ കുറഞ്ഞ് 74,360 രൂപയും ഗ്രാമിന് 80 രൂപ കുറഞ്ഞ് 9,295 രൂപയുമായി. റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ച സ്വർണ്ണവിലയിൽ ശനിയാഴ്ച മുതലാണ് ഇടിവ് രേഖപ്പെടുത്താൻ തുടങ്ങിയത്. വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയ 75,760 രൂപയാണ് റെക്കോർഡ് വില. 3 ദിവസത്തിനിടെ പവന് 1,400 രൂപയാണ് കുറഞ്ഞത്. റിസർവ് ബാങ്കിന്റെയും ജില്ലാ ലീഡ് ബാങ്കിന്റെയും ആഭിമുഖ്യത്തിൽ ബാങ്ക് അക്കൗണ്ടുകളുടെ KYC ക്യാമ്പ് ആളൂർ പഞ്ചായത്തിലെ എല്ലാ ബാങ്കുകളുടെയും സഹകരണത്തോടെ ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ ആളൂർ പഞ്ചായത്ത് കുടുംബശ്രീ ഹാളിൽ വെച്ച് നടത്തും. ബാങ്ക് ഉപഭോക്താക്കൾക്ക് ഈ സൗകര്യം സൗജന്യമാണ്. ബാങ്ക് പാസ്ബുക്ക്, തിരിച്ചറിയൽ രേഖകൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ കയ്യിൽ കരുതണം. ഇനി കാണാം ഇൻഫോടോക്ക്. ഉറക്കക്കുറവ് പല വിധത്തിലുള്ള ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. ഇതിൽ വളരെ വേഗത്തിൽ തകരാറിലാകുന്നതും നമ്മൾ അടിയന്തര ശ്രദ്ധ കൊടുക്കേണ്ടതുമായ കണ്ണുകളുടെ ആരോഗ്യവും പെടും. ദിവസവും 6 മണിക്കൂറിൽ താഴെ മാത്രമാണ് ഉറക്കം ലഭിക്കുന്നതെങ്കിൽ കണ്ണുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ഇൻഫോടോക്ക്. ആവശ്യത്തിന് ഉറങ്ങിയില്ലെങ്കിൽ കണ്ണിന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ഈർപ്പം കണ്ണിൽ ഉണ്ടാകാതെ വരും. ഇത് കണ്ണിന് പെട്ടെന്ന് അസ്വസ്ഥതയുണ്ടാക്കാനും മുറിവുകൾ ഉണ്ടാകാനും കണ്ണു നീറാനും കാരണമാകും. കണ്ണിൽ എന്തോ പറ്റിയിരിക്കുന്നത് പോലെ സദാ തോന്നും. ഉറക്കം ശ്രദ്ധിക്കാതെ ഇരുന്നാൽ ഈ അവസ്ഥ കൂടുതൽ ഗുരുതരമാകും. കൺപോളകൾ ഇടയ്ക്കിടെ തുടിക്കുന്നതായും വിറകൊള്ളുന്നതായും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ? ഇതിനെ മയോകീമിയ എന്നാണ് പറയുന്നത്.
പൊതുവെ മയോകീമിയയെ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ ആവശ്യത്തിന് ഉറക്കം ലഭിക്കാതിരിക്കൽ, സ്ട്രെസ് വർദ്ധിക്കൽ, കണ്ണിന് ആവശ്യത്തിന് വിശ്രമമില്ലാതിരിക്കൽ മുതലായ സന്ദർഭങ്ങളിൽ മയോകീമിയ വർദ്ധിക്കും. മയോകീമിയ ഏറെക്കാലം നീണ്ടു നിൽക്കുകയും വേദന ഉൾപ്പെടെയുള്ള മറ്റു പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയും ചെയ്തു തുടങ്ങിയാൽ ഡോക്ടറെ സമീപിക്കണം. ഉറക്കമില്ലായ്മയുടെ ഒരു പ്രകടമായ സൂചനയാണ് കൺതടങ്ങളിൽ വരുന്ന കറുപ്പ്. നിങ്ങൾ ആവശ്യത്തിന് ഉറങ്ങിയില്ലെങ്കിൽ കണ്ണിന് ചുറ്റും കാണപ്പെടുന്ന രക്തക്കൊഴലുകൾ ഇതിനോട് പ്രതികരിക്കുകയും അവയുടെ നിറം ഇരുണ്ടതാകുകയും ചെയ്യുന്നതാണ് കൺതടങ്ങളിൽ കറുത്ത പാടുകളായി അവശേഷിക്കുന്നത്. നിരന്തരം സ്ക്രീനിലും മറ്റും നോക്കുന്ന ജോലിയുള്ളവർ തങ്ങളുടെ കണ്ണുകൾക്ക് ഓരോ മണിക്കൂർ കൂടുമ്പോഴും അല്പമെങ്കിലും വിശ്രമം നൽകേണ്ടത് അത്യാവശ്യമാണ്. ഒപ്പം ആവശ്യത്തിന് ഉറങ്ങുകയും വേണം. കണ്ണുകൾക്ക് മതിയായ വിശ്രമം ലഭിക്കാതിരുന്നാൽ കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാകുകയും ഒരു വസ്തു ശ്രദ്ധിച്ച് നോക്കാൻ ബുദ്ധിമുട്ടാകുകയും ചെയ്യും. പൊടി, വിവിധ തരം ബാക്ടീരിയകൾ മുതലായവ മൂലം കണ്ണുകൾക്ക് പല വിധത്തിലുള്ള അണുബാധകൾ ഉണ്ടാകാറുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ അണുബാധകൾ ഗുരുതരവുമായേക്കാം. കണ്ണുകൾക്ക് മതിയായ വിശ്രമം നൽകിയില്ലെങ്കിൽ അണുബാധയുണ്ടാകാനുള്ള സാധ്യത വളരെയേറെ വർദ്ധിക്കും. ഉറക്കക്കുറവ് കൊണ്ട് കണ്ണിൽ കാണുന്ന മറ്റൊരു പ്രകടമായ ലക്ഷണമാണ് കണ്ണുകൾ വീർത്തുവരൽ. കണ്ണുകൾക്ക് മതിയായ വിശ്രമം ലഭിക്കാതെ വരുമ്പോൾ കണ്ണിന് ചുറ്റുമുള്ള ശരീരസ്രവങ്ങൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ടാകുന്നതാണ് ഇതിന് കാരണം. ഉറക്കക്കുറവ് മാത്രമല്ല, ഉപ്പിന്റെ അമിത ഉപയോഗവും പ്രായാധിക്യവും നിർജ്ജലീകരണവുമെല്ലാം ഈ അവസ്ഥയ്ക്ക് കാരണമാകാം. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിൽ ആശാപ്രവർത്തകയുടെ ഒഴിവിലേക്കായി SSLC വിദ്യാഭ്യാസ യോഗ്യതയും 25-നും 45-നും ഇടയിൽ പ്രായമുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലെ സ്ഥിര താമസക്കാർക്ക് മുൻഗണന. യോഗ്യരായവർ ആഗസ്റ്റ് 18 തിങ്കളാഴ്ച 12 മണിക്ക് മുൻപായി തൃക്കൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9744748115 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് ഡ്രൈവറുടെ താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഡ്രൈവർമാരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ SSLC പാസ്സായവരും ബാഡ്ജും ഹെവി ലൈസൻസ് എടുത്ത് 3 വർഷം തികഞ്ഞവരും ആയിരിക്കണം. പ്രായപരിധി 50 വയസ്സ്. താൽപര്യമുള്ളവർ അപേക്ഷാ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷകൾ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ വിലാസത്തിൽ ഇമെയിൽ മുഖേനയോ തപാലിലോ നേരിട്ടോ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 20 വൈകിട്ട് 5 മണി. വിലാസം: സൂപ്രണ്ട്, താലൂക്ക് ആശുപത്രി, പുതുക്കാട്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പുതുക്കാട്. ഇമെയിൽ: chc.pudukad@gmail.com. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,250 രൂപയും പവന് 74,000 രൂപയും രേഖപ്പെടുത്തി. പുതുക്കാട് പവർ സ്റ്റേഷൻ റോഡ് കാട്ടിപ്പറമ്പിൽ ജോണി അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10:30 പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. ബേബിയാണ് ഭാര്യ. ഷാജി, ഷിബു, ഷൈനി, ഷീല എന്നിവർ മക്കളും സൻഷി, ജിസി, ചാക്കോച്ചൻ, പോൾസൺ എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് തെക്കേത്തുറവ് ചിറമൽ പെരിങ്ങോട്ടുകരക്കാരൻ ക്ലീറ്റസ് അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കല്ലൂർ വെള്ളാനിക്കോട് കുരിച്ചിപ്പറമ്പിൽ കൊച്ചാപ്പു ഭാര്യ റോസ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11 വെള്ളാനിക്കോട് സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിൽ. അന്തോണി, ഡേവിസ്, മോളി എന്നിവർ മക്കളും ലിസി, മിനി, ബെന്നി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പനി ബാധിച്ച് ഗൃഹനാഥൻ മരിച്ചു. മരിച്ചത് കല്ലൂർ സ്വദേശി.
ചാലക്കുടി പുഴയിൽ അധ്യാപികയുടെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് കൊടുങ്ങല്ലൂർ സ്വദേശിനി. ലോക ഗജദിനം. ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ ചിമ്മിനി ഫോറസ്റ്റ് സ്റ്റേഷന്റെയും കവല ഫോറസ്റ്റ് സ്റ്റേഷന്റെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വേലുപ്പാടം വിശുദ്ധ യൗസേപ്പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ആഗസ്റ്റ് 15 ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അളകപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ലാബ് സമുച്ചയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. മറ്റത്തൂർ സെക്യുലർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ പൊതുസംവാദം സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.